നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. അതാണ് അവ്യക്തോ വ്യക്തലിംഗസ്ഥോ, വ്യക്തമായ അടയാളങ്ങളോടുകൂടിയവൻ. അതാണ് ഈ നിൽക്കുന്ന വാസുദേവകൃഷ്ണൻ. ബ്രഹ്മത്തിൻ്റെ തന്നെ രൂപമാണിത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വാൽമീകി രാമായണത്തിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ്. എന്താ ധർമ്മം? അത് സത്യം. സത്യമാണ് ധർമ്മം, ബ്രഹ്മമാണ് ധർമ്മം. അതല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെ നമ്മുടെ കണ്ണുകൾക്ക് അവ്യക്തമായിരിക്കുന്ന ആ ധർമ്മം അഥവാ ബ്രഹ്മം, നമ്മുടെ കണ്ണുകൾക്ക് വ്യക്തമായിരിക്കുന്ന ഒരു മനുഷ്യരൂപം ധരിച്ചതാണ് ഈ രാമൻ. വാൽമീകിയുടെ അതേ വാക്യം നമ്മളിതാ ഈ സന്ദർഭത്തിൽ വ്യാസനിൽ കൂടി കേൾക്കുന്നു. ഋഷിമാരെല്ലാം ഒരേ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് പല കാര്യങ്ങൾ പറയാനില്ല. അവർക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, പരമാത്മാവിനെ കുറിച്ച് മാത്രം. അല്ലാതെ രണ്ടാമതിനെക്കുറിച്ച് പറയാനില്ല. കാരണം പരമാത്മാവിനെ അനുഭവിച്ചറിഞ്ഞവരാണവർ. പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് അനുഭവിച്ചറിഞ്ഞവരാണവർ. അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ബാക്കി ഈ ലോകത്തിൽ ധാരാളം കാര്യങ്ങൾ പറയാൻ നമുക്കുണ്ടാവും. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. എത്ര നൂറ്റാണ്ടുകൾ പറഞ്ഞാലും തീരില്ല ഈ ലോകത്തുള്ളതായ കാര്യങ്ങൾ. ആ പ്രകാരത്തിലുള്ള രാജാക്കന്മാരാണല്ലോ അവിടെ ആ സദസ്സിൽ ഇരിക്കുന്നത്. എന്നാൽ ഋഷിമാർക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, പരമാത്മാവ്. രണ്ടാമതൊരു കാര്യം പറയാനില്ല. പിന്നെ ആ പരമാത്മാവിനെ നമുക്ക് മനസ്സിലാക്കിച്ച് തരാൻ വേണ്ടിയിട്ട് ആ പരമാത്മാവിൻ്റെ ഈ ഭൂമുഖത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന, കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്ന ഒരു രൂപത്തിൽ കൂടി കാണിച്ചു തരും. അതാണ് വ്യക്തമായ അടയാളം. അതാണ് അവ്യക്തോ വ്യക്തലിംഗസ്ഥോ, വ്യക്തമായ അടയാളത്തോടു കൂടിയവൻ, രൂപത്തോടു കൂടിയവൻ. അതാണ് ഈ കാണുന്നതായ വാസുദേവകൃഷ്ണൻ. കാലിക്കാലിൽ തടവിന പൊടിച്ചാർത്തുകൊണ്ട് അത്തശോഭം, പീലിക്കണ്ണാൽ കലിത ചിഗുരം പീത കൗശേയവീതം, കോലും കോലക്കുഴലുമിയലും ബാലഗോപാലലീലം, കോലം നീലന്തവ നിയതവും കോയിൽ കൊൾകങ്ങളുള്ളിൽ. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വാൽമീകി പറഞ്ഞെങ്കിൽ ഇതാ വ്യാസനും അത് തന്നെ പറയുന്നു, കൃഷ്ണോ വിഗ്രഹവാൻ ധർമ്മ എന്ന്. ആ വാക്യം അങ്ങനെ പറഞ്ഞില്ല, വേറൊരു പ്രകാരത്തിൽ അദ്ദേഹം ഇവിടെ പറയാണ്. യഥോ ധർമ്മ തഥകൃഷ്ണ യഥകൃഷ്ണ തഥോ ജയ എന്ന് ഇതിനകം എത്ര തവണ വ്യാസൻ ഓരോരോ കഥാപാത്രങ്ങളെ കൊണ്ട് പറയിച്ചു. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ കൃഷ്ണനുണ്ട്, എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ജയവുമുണ്ട്. അങ്ങനെ രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിമോദ്ഭാവമാണെന്ന് വാൽമീകി പറഞ്ഞത് തന്നെ വേറൊരു പ്രകാരത്തിൽ ഒരു വ്യത്യാസവും കൂടാതെ നമ്മൾ വ്യാസനിൽ നിന്ന് കേൾക്കുന്നു. അത് തന്നെ വ്യാസൻ ഇതാ ഇവിടെ പറയുന്നു. അവ്യക്തനായിരിക്കുന്ന ആ പരമാത്മാവ് ഇതാ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതായ ആ ബാലഗോപാല വേഷത്തിൽ ഇതാ മുന്നിൽ നിൽക്കുന്നു. അഗ്രേ പശ്യാമി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ കൺമുന്നിൽ നേരിട്ട് കണ്ടിട്ട് ആ ഭഗവാനെ, ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ സഗുണ സാകാരമായി ഗുരുവായൂരപ്പനായി കണ്ടിട്ട് ഇതാ ഞാൻ മുന്നിൽ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തെ നമുക്ക് വർണ്ണിച്ചു തരുന്നത് ഈ കേരളക്കരയിലുള്ള എല്ലാവർക്കും അറിയാം. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൽ ഉള്ള ഈ ധാർമ്മിക പരിചയമുള്ള, ഭാരതീയ ധർമ്മത്തെക്കുറിച്ച് പരിചയമുള്ള, ഭാരതീയ ധർമ്മത്തോട് ആദരവുള്ള എല്ലാവർക്കും സുപരിചിതമാണ് ആ മേൽപ്പത്തൂരിൻ്റെ നാരായണീയം.
അതിനകത്ത് അദ്ദേഹം നേരിട്ട് കാണിച്ചു തരുന്നു ആ കൃഷ്ണനെ. അതാണ് വ്യാസൻ പറഞ്ഞത് അവ്യക്തോ വ്യക്തലിംഗസ്തോ. അവ്യക്തമായിരിക്കുന്ന ആ പരമാത്മാവ് ഇത് വ്യക്തമായ രൂപം ധരിച്ചത് കൃഷ്ണനായി നിൽക്കുന്നു. സ യേഷ ഭഗവാൻ പ്രഭു. ആ അവ്യക്തമാണ് ഈ രൂപം ധരിച്ചിട്ട് ഈ നിൽക്കുന്ന ഭഗവാൻ പ്രഭു എന്ന് അറിഞ്ഞുകൊള്ളണം. ബ്രഹ്മാണം ശശിസൂര്യൗച ധർമ്മം ചൈവ സൃജത് സ്വയം. അദ്ദേഹം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു സ്വയം, ലോകസൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കൃഷ്ണന്റെ സങ്കല്പത്തിലാണ് ബ്രഹ്മാവുണ്ടായത്. എന്നിട്ടോ അത് എന്ത് ചെയ്തു? ചന്ദ്രനെയും സൂര്യനെയും സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി. ഇങ്ങനെ ഇത് മുഴുവൻ ചെയ്യുന്നത് ഈ കൃഷ്ണനാണ് എന്നറിഞ്ഞുകൊള്ളണം. ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിൽ നമ്മൾ വളരെ വ്യക്തമായി കേൾക്കും ഇതേ കാര്യം. വേറൊരു പ്രകാരത്തിൽ വ്യക്തമായി കേൾക്കും. ഭഗവാൻ അർജുനനോട് പറയും, അല്ലയോ അർജുന, ഈ യോഗം ഞാൻ ഇതിനു മുമ്പ് വിവസ്വാന് പറഞ്ഞിട്ടുണ്ട്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് നന്നായി അറിയാം. അതുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. എങ്കിലും അത് പരിചയമില്ലാത്ത ഏതാനും ആളുകളെങ്കിലും ഉണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ ഏതാനും ആളുകൾ ഇനിയും വർഷങ്ങൾക്ക് ശേഷവും ഇതിങ്ങനെ കിടക്കും യൂട്യൂബിൽ. അപ്പോൾ കേൾക്കുന്നവരുണ്ട്. അത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പരിചയം. ഭഗവാൻ ഇത് ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം. ഇമം അവ്യയം യോഗം, ഈ മാറ്റമില്ലാത്തതായ യോഗപദ്ധതിയെ ഞാൻ വിവസ്വാന് പറഞ്ഞു കൊടുത്തു, സൂര്യന് പറഞ്ഞു കൊടുത്തു. ആ വിവസ്വാൻ എന്ത് ചെയ്തു? തൻ്റെ പുത്രനായിരിക്കുന്ന മനുവിന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പേരാണ് വൈവസ്വത മനു. അദ്ദേഹമാണ് ഈ മന്വന്തരത്തിൻ്റെ അധീശനായിരിക്കുന്ന മനു, വൈവസ്വത മനു. വിവസ്വാൻ മനവേ പ്രാഹ. വിവസ്വാൻ മനുവിന് പറഞ്ഞു കൊടുത്തു. മനു ഇക്ഷ്വാകവേ ബ്രവീത്. മനു അതിനെ ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. സൂര്യവംശ പരമ്പര പറയുകയാണ്. സൂര്യവംശം തുടങ്ങുന്ന സൂര്യനിൽ നിന്നിട്ട് ആ സൂര്യനെ ഞാനിത് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം വിവസ്വാന് പറഞ്ഞു കൊടുത്തു, അദ്ദേഹം മനുവിന് പറഞ്ഞു കൊടുത്തു, അദ്ദേഹം ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. അവരിങ്ങനെ തലമുറയായിട്ട് അടുത്ത രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദു. ഇങ്ങനെ തലമുറയായിട്ട് കൈമാറി വന്നതായ ഈ മാറ്റമില്ലാത്തതായ യോഗത്തെ രാജർഷിമാർ നന്നായി അറിയുന്നു. അധികാരം കൊണ്ട് മാത്രം രാജർഷിയാവൂല, അധികാരം കൊണ്ട് മാത്രം രാജാവാകും. ഋഷിയാകണമെങ്കിൽ ജ്ഞാനം കൂടി വേണം. അധികാരവും ജ്ഞാനവും എവിടെയാണോ ഒരുമിച്ച് നിൽക്കുന്നത് അദ്ദേഹമാണ് രാജർഷി. രാജർഷിയാണ് നാട് ഭരിക്കേണ്ടത്. മറ്റാരും നാട് ഭരിച്ചാൽ ശരിയാവില്ല. ദുഃഖങ്ങളുടെ കൂത്തരങ്ങായി മാറും നാട്. രാജർഷിയാണ് നാട് ഭരിക്കേണ്ടത്. അങ്ങനെയുള്ള രാജർഷിമാരുടെ പരമ്പരയാണ് സൂര്യവംശം. ചന്ദ്രവംശവും അങ്ങനെ തന്നെ. ആ ചന്ദ്രവംശത്തിൽ പിറന്നയാളാണല്ലോ യുധിഷ്ഠിരാദികൾ. അങ്ങനെ ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദു. അതിനെ രാജർഷിമാർക്കറിയാമായിരുന്നു. സ കാലേന ഇഹ മഹത യോഗോ നഷ്ടപരന്തപ. ഇങ്ങനെ എത്രയോ നൂറ്റാണ്ടുകൾ, ആയിരത്താണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇത്രയേറെ തലമുറകൾ. ഒരു നൂറ്റാണ്ടിൽ 5 തലമുറ എന്ന് കരുതിക്കൊള്ളൂ. എത്ര തലമുറകൾ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തലമുറകൾ ഏറെ കൈമാറി വന്നപ്പോഴേക്കും ആ യോഗം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമായിപ്പോയി, നേരെ അറിയാൻ കഴിയാത്തതായിപ്പോയി, അത് നഷ്ടപ്രായമായിപ്പോയി. അതുകൊണ്ടാണ് നിനക്ക് ഈ ദുഃഖം വന്നത്. ആ യോഗം അതേ പ്രകാരത്തിൽ നിനക്ക് ലഭിച്ചിരുന്നു എങ്കിൽ നീ ശ്രീരാമചന്ദ്രനെ പോലെ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ആരുടെയും പ്രത്യേകിച്ചൊരു ഉപദേശമില്ലാതെ കണ്ട് കൃത്യമായി ചെയ്തേനെ. രാമൻ അങ്ങനെയായിരുന്നല്ലോ. രാമന് 2 വാക്കില്ല. രാമൻ തന്നെ അത് ഉറപ്പായി പറയും. രാമൻ 2 വാക്ക് പറയില്ല, ഒറ്റ വാക്കേ ഉള്ളൂ. അത് എന്താണോ ചിന്തിക്കുന്നത് അത് പറഞ്ഞിരിക്കും, അത് ചെയ്തിരിക്കും.
അതിലും ഒരു വിട്ടുവീഴ്ചയുമില്ല. അത് പരമധർമ്മവുമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ രാമന് ഈ ധർമ്മം നന്നായി അറിയാമായിരുന്നു. രാമൻ ധർമ്മസ്വരൂപനാണ്. പരമാത്മാവ് തന്നെയാണ് രാമനായിട്ട് അന്ന് അവതരിച്ചത്. പക്ഷേ അങ്ങനെ നൂറ്റാണ്ടുകൾ, ആയിരത്താണ്ടുകൾ കഴിഞ്ഞപ്പോൾ അത് ഇപ്പോൾ പ്രചാരം കുറഞ്ഞു പോയി. അധികം പേർക്കും നേരെ അറിയില്ല. അതാണ് നിനക്ക് ഈ വിഷമത്തിന് കാരണം. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഇത് പറഞ്ഞു തരേണ്ടി വന്നത്. അപ്പോൾ അർജുനൻ ചോദിച്ചു, ഞാനും അങ്ങും സമപ്രായക്കാരാണ്. 2-3 മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അവർ തമ്മിൽ. അതാണ് അർജുനൻ പറഞ്ഞത്. സമപ്രായക്കാരാണ്. ഭീമൻ ജ്യേഷ്ഠനാണ് ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം, അർജുനൻ ജ്യേഷ്ഠനായിരിക്കുന്ന പോലെ. അപ്പോൾ യുധിഷ്ഠിരൻ ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠനാണ്. അപ്പോൾ അങ്ങ് എങ്ങനെ വിവസ്വാൻ ഇത് പഠിപ്പിച്ചു കൊടുത്തു, അദ്ദേഹം മനുവിന് പഠിപ്പിച്ചു കൊടുത്തു, അദ്ദേഹം ഇക്ഷ്വാകുവിന് പഠിപ്പിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് ഉൾക്കൊള്ളാനാകും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭഗവാൻ പറഞ്ഞു, ബഹൂനിമേ വ്യതീതാനി ജന്മാനി തപച്ചാർജുന. അല്ലയോ അർജുന, എനിക്ക് അനേകം ജന്മങ്ങൾ കഴിഞ്ഞു. ഇതെൻ്റെ ആദ്യത്തെ ജന്മമല്ല. എനിക്ക് അനേകം ജന്മങ്ങൾ കഴിഞ്ഞു. അതേപോലെ നിനക്കും അനേകം ജന്മങ്ങൾ കഴിഞ്ഞു. ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം താന്യഹം വേദസർവാണി. ഏതേതൊക്കെ ജന്മങ്ങളാണ് ഞാൻ സ്വീകരിച്ചത്, ഏതേതൊക്കെ ജന്മങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വന്നത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് എന്നുള്ളതെല്ലാം ഞാൻ നന്നായിട്ട് കൃത്യമായിട്ട് അറിയുന്നു. നത്വം വേത്ത, നീ അറിയുന്നില്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. നിനക്കത് അറിയുവാനുള്ളതായ ശേഷി ഉണ്ടാക്കണം. അതാണ് വേണ്ടത്. അതെങ്ങനെ? നീ ആരാണെന്ന് നീ അറിയണം. നീ പരമാത്മാവ് തന്നെയാണെന്നറിയണം. ലോകത്തിലെ എല്ലാ പദാർത്ഥങ്ങൾക്കുള്ളിലും ഇരിക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് നീ. തം ആത്മസ്ഥം യോ അനുപശ്യന്തി ധീര. ആ പരമാത്മാവ് തന്നെയാണ് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മാവ് എന്ന് ആരാണോ അറിയുന്നത്, ആ ധീരന്മാർ തേഷാം സുഖം ശാശ്വതം. ആ ഒരവസ്ഥയിലേക്ക് നമ്മയെല്ലാം കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതിന് നല്ലൊരു അവസരം, നാടകീയമായ അവസരം, കഥാരൂപം വ്യാസഭഗവാൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ ഈ രാജസൂയ ഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം വ്യാസൻ ചിത്രീകരിക്കുന്നത്. 2 തരം അഭിപ്രായങ്ങളുണ്ടാവും. ദൈവം ഉണ്ടെന്നും ദൈവം ഇല്ലെന്നും പറയുന്ന ആളുകൾ, സംശയിക്കുന്ന ആളുകൾ. അങ്ങനെ വീണ്ടും വേറൊരു വിഭാഗം വരും. ഇങ്ങനെ പലതരത്തിലുണ്ട് ആളുകൾ. അപ്പോൾ എല്ലാ ആളുകൾക്കും സത്യത്തെ വ്യക്തമായി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വ്യാസഭഗവാൻ ആ തത്വങ്ങളെ, ഗീതയിൽ താത്വികമായി പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളെ ഇങ്ങനെ കഥാരൂപമായി. പലരും ചോദിക്കാറുണ്ട്, രാജസൂയം നടന്നതാണോ? രാജസൂയത്തിൽ വച്ചിട്ട് ഇങ്ങനെ ഭീഷ്മർക്ക് സംസാരിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കഴിയും. എന്തേ കാരണം? എന്തുകൊണ്ടെന്നാൽ ഭീഷ്മൻ തൻ്റെ തപസ്സുകൊണ്ട് അങ്ങ് ആ പരമാത്മ തലത്തിന് അടുത്ത് എത്തിയിരിക്കുന്നു. പ്രപഞ്ചരഹസ്യം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഭീഷ്മനായതും. ഇല്ലെങ്കിൽ അദ്ദേഹം ദേവവ്രതനെന്നോ ഗംഗാദത്തനെന്നോ എന്ന് മാത്രം അറിയപ്പെട്ട് ആ ഹസ്തിനാപുരത്തെ സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് മാത്രമായി തീർന്നേനെ. അദ്ദേഹം സിംഹാസനത്തിലിരുന്നില്ല. അദ്ദേഹം ഭീഷ്മനായി. എന്നിട്ട് ആരാണോ ആ സിംഹാസനം ലഭിച്ച് അതിലിരിക്കുവാനുള്ള ഭാഗ്യത്തിന് ഉടമയായി തീർന്നത്, അവർ ആ സിംഹാസനത്തിൻ്റെ യോഗ്യത മനസ്സിലാക്കാതെ തമ്മിലടിക്കുമ്പോൾ അതിൽ ഇടപെടേണ്ട അവസ്ഥയും മഹാജ്ഞാനിയായ ഭീഷ്മർക്കുണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഗീതാതത്വങ്ങളെ കഥാരൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വ്യാസഭഗവാൻ കൊണ്ടുവരുന്നത്. അങ്ങനെ ഭഗവത്ഗീതയെ കഥയാക്കിയതാണ് വ്യാസൻ, കഥയാക്കിയതാണ് ഈ മഹാഭാരതം. അതിലെ ഓരോ നിമിഷവും എന്ന് നാം അറിയണം. ഈ കാണായ ജഗത്തിൽ സർവവും ഒരേ ഒരു തത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. അതാണ് സത്യം. എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നത്, മാറ്റമില്ലാതെ നിറഞ്ഞിരിക്കുന്നത് സത്യം. ഈ സത്യം എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നു എന്ന് ക്രമേണ ഭാവന ചെയ്ത് ശീലിക്കണം.
എല്ലാവരും അയ്യപ്പൻ തന്നെയാണ്, അയ്യപ്പൻ തന്നെയാണ്, സ്വാമി തന്നെയാണ് എന്ന് നമ്മൾ ശീലിക്കുന്ന പോലെ, വൃശ്ചിക മാസത്തിൽ ശീലിക്കുന്ന പോലെ ആ പരമതത്വത്തെ ശീലിക്കണം. ശീലിച്ച് മനസ്സിൽ ഉറപ്പിച്ചു വരുമ്പോഴേക്കും ആ പരമതത്വം നിർഗുണ നിരാകാര ബ്രഹ്മം തെളിഞ്ഞു കിട്ടും. അതിനുള്ളതായ മാനസികാവസ്ഥ, അതാണ് ദൈവീ സമ്പത്ത്, അതാണ് സത്യം എന്ന് വ്യാസൻ പറഞ്ഞു വെച്ചത്. അഹിംസ, സത്യം, സത്യബുദ്ധി. ഇനിയോ അടുത്തത് അക്രോധ, ക്രോധമില്ലായ്മ. ആരോടും വിരോധം തോന്നായിക. വിരോധിക്കേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടായാൽ പോലും, ഭയങ്കരമായിട്ട് കലഹിക്കേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടായാൽ പോലും വിരോധിക്കാതെ ശാന്തനായിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് ആർക്കാണോ സാഹചര്യങ്ങളെ ലോകത്തിന് അനുഗുണമാക്കി മാറ്റാൻ കഴിയുന്നത്, ആ ആളാണ് ക്രോധം ഇല്ലാത്തയാൾ. അത് ദൈവീ സമ്പത്താണ്. ഇത് എല്ലാവർക്കും കൈവരുന്നതല്ല. മഹാത്മജിയുടെ ദക്ഷിണാഫ്രിക്കയിൽ ഉള്ള സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നമുക്കറിയാം. ഏതെല്ലാം പ്രകാരത്തിലാണ് ആ മഹാനുഭാവനെ കഥയറിയാതെ സ്വന്തം ആധിപത്യം എല്ലാവരിലും, വിശേഷിച്ചും കറുത്ത വർഗക്കാരുടെ പുറത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച അന്നത്തെ അവിടുത്തെ കൊളോണിയൽ ഭരണവർഗം ഏതെല്ലാം പ്രകാരത്തിലാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചത് എന്നും നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മുൻവരിയിലുള്ള പല്ലുപോലും നഷ്ടപ്പെടുത്തിയത് അവരുടെ ക്രൂര മർദ്ദനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ അവർ ഇങ്ങനെയേറെ ഉപദ്രവിച്ചിട്ടും അവർക്കെതിരെ ഒരു കേസെടുക്കാൻ പോലും മഹാത്മജി അനുവദിച്ചില്ല. അദ്ദേഹം അത് മുഴുവൻ സന്തോഷത്തോടുകൂടി സഹിക്കുകയായിരുന്നു. കാരണം ക്രമേണ അവർക്ക് ചെയ്യുന്ന തെറ്റ് ബോധ്യം വന്നുകൊള്ളും. അവർ സത്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ മാർഗത്തിലേക്ക് വന്നുകൊള്ളും. അതിനു വേണ്ടിയിട്ട് ഇത് ഉപകരിക്കണം. ദുഃഖങ്ങൾ മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ട് ക്രോധമില്ലാതെ തന്നെ ഉപദ്രവിക്കുന്ന, ഭീകരമായി ഉപദ്രവിക്കുന്നവരെയും അനുഗ്രഹിച്ചുകൊണ്ട് പെരുമാറാൻ ഉള്ള മാനസികാവസ്ഥ, അതാണ് അക്രോധം. അത് ദൈവീ സമ്പത്താണ്. വ്യാസഭഗവാൻ ഇതിനകത്ത്, മഹാഭാരതത്തിനകത്ത് പല പ്രകാരത്തിൽ പല തവണയായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ദിവസം രാത്രി 8:30, നാളെ രാത്രി 8:30 ഇതേപോലെ ഒരുമിച്ച് കൂടാം. അക്രോധം എന്നുള്ളതായ ആ ദൈവീ സമ്പത്തിനെ ഈ കഥയിലൂടെ നമുക്ക് അടുത്തറിയാനായിട്ട് ശ്രമിക്കാം. എല്ലാവരും നാളെ 8:30 എത്തിച്ചേരണം. സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമെല്ലാം ഗീതാഭാരതം എന്നുള്ളതായ ഈ മഹാഭാരത വിശകലനത്തെ, ഒപ്പം ഗീതാ വിശകലനത്തെയും അറിയിച്ച് അവരെയെല്ലാം ഇതിലേക്ക് ആകർഷിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിൽ, വ്യാസഭഗവാന്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.